Hello viewers, Assalamu ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി കുറച്ച് ചതച്ചിട്ട് ഇങ്ങനെ അതിൽ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഒരു 3 പീസ് പട്ട, ഒരു 4-5 പീസ് ഗ്രാമ്പൂ, ഏലക്ക ഒരു 3 പീസ് എല്ലാം ഇങ്ങനെ ഇട്ട് കൊടുക്കാം. നല്ല ഒരു ഫ്ലേവേഴ്സിന് വേണ്ടിയിട്ടാണ്. നോർമലി നമ്മൾ ഒരു സ്പെഷ്യലായിട്ട് ചായ ഉണ്ടാക്കുമ്പോൾ ഇതെല്ലാം ഡയറക്റ്റ് തിളച്ച പാലിൽ തന്നെ ആഡാക്കി കൊടുക്കുന്നത്. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇത് മൊത്തത്തിൽ ഇതെല്ലാം ഈ സംഭവം റെഡിയാക്കി ഇത് ഫസ്റ്റ് ദമ്മാക്കിയിട്ടെടുക്കണം. ദമ്മ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു കടായോ ഇല്ലെങ്കിൽ ഒരു കുക്കറോ എടുക്കാം. അതിൽ കുറച്ച് ഒരു 2-3 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു വെള്ളം വെട്ടി പോവാതെ രീതിയിൽ കുറച്ച് അത്യാവശ്യം വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് നമ്മൾ അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ സംഭവം അതിൻ്റെ നടുവിൽ ഇങ്ങനെ വെച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഒരു ലിഡ് ക്ലോസ് ആക്കിയിട്ട് ഒരു 10-15 മിനിറ്റ് ഹൈ ടു ലോ മീഡിയം ഫ്ലെയിമിൽ ദമ്മാക്കിയിട്ടെടുക്കാം. ആ പഞ്ചസാര എല്ലാം മെൽട്ടാകുന്ന വരെ നല്ല പോലെ ഒരു ചായപ്പൊടിൻ്റെ സ്പൈസസിൻ്റെ ഫ്ലേവേഴ്സ് ഒന്ന് എക്സ്ട്രാക്റ്റ് ആകുന്ന വരെ ദം ചെയ്തെടുക്കാം. പിന്നെ ഇത് ചൂടാറി കഴിഞ്ഞാൽ പിന്നെയാണ് ഇത് ഓപ്പണാക്കി എടുക്കാം. പിന്നെ ഇതുപോലെ അതിലേക്ക് തന്നെ കുറച്ചും ഡിപ്പാക്കിയിട്ട് എടുക്കാം. ഡിപ്പാക്കിയിട്ട് ഇങ്ങനെ പീനെടുക്കാം. നല്ല ചൂടുണ്ടാവും, കുറച്ച് ശ്രദ്ധിച്ചിട്ട് പിന്നെ എടുക്കണം. ഇത് നമ്മൾ ഇട്ട് കൊടുത്ത ഇൻഗ്രീഡിയൻസിൻ്റെ ഫ്ലേവേഴ്സും ആ പഞ്ചസാരൻ്റെ ആ പൊടീൻ്റെ ആ സ്പൈസസിൻ്റെ ഇഞ്ചിൻ്റെ എല്ലാ ഫ്ലേവേഴ്സും ഇതിൽ എക്സ്ട്രാക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല കടുപ്പത്തിൽ കിട്ടിയിട്ടുണ്ട്. നമുക്ക് വേറെ പാനിൽ 1 ഗ്ലാസും പാൽ ഒഴിച്ചെടുക്കാം. ഞാനിത് 2 ഗ്ലാസ്സാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ 1 ഗ്ലാസ് പാലും 1 ഗ്ലാസ് നമ്മൾ അടുത്ത കട്ടനാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇത് തെളിച്ച് വരാൻ സമയത്താണ് നമ്മൾ ഉണ്ടാക്കിയ ആ സംഭവം ഒഴിച്ചെടുക്കാം. ആ ചായ ഒന്ന് നല്ലപോലെ ഒരു 5 മിനിറ്റ് ആയെങ്കിലും തിളപ്പിച്ചെടുക്കണം. നല്ലപോലെ ഒന്ന് തിളച്ചെടുക്കണം. നല്ലപോലെ ഒരു തിളച്ച് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മധുരം നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, ഇല്ലെങ്കിലും ഫ്ലെയിം ഓഫാക്കിയിട്ട് എടുക്കാം. ഇത് ഞാൻ ചായ ഒന്നും കുടിക്കാറില്ല. ഇത് ഞാൻ ജസ്റ്റ് എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും എൻ്റെ ഹസ്ബൻഡ് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്. ഇത് ഡെയിലി ഒന്നും ഉണ്ടാക്കാൻ വേണ്ടി ഒരു മടിയാണ്. അങ്ങനെ ഉണ്ടാക്കാൻ അത്ര ഒരു ഇതില്ല. എപ്പോഴെങ്കിലും ഒരു ട്രൈ ആക്കി നോക്കാം. സാധാരണ നമ്മൾ നോർമൽ ചായ ആക്കുന്ന പോലെ ഒരു ടേസ്റ്റ് ഇല്ല. ഒരു മസാല ചായ പോലെ
അതിലും ഒരു ദം ചായ അല്ലേ നല്ല ടേസ്റ്റ് തന്നെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇതേപോലെ ഈ വീഡിയോ ഈ റെസിപ്പി ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്കും ഇഷ്ടപ്പെടും പറഞ്ഞിട്ട് ഞാൻ വിചാരിച്ചിട്ടാണ് ഇത് വീഡിയോ ഉണ്ടാക്കിയത്. എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം, പിന്നെ സപ്പോർട്ട് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോയിൽ കാണാം.